കേരളത്തിന്റെ 21 മുഖ്യമന്ത്രിമാർ ഭരിച്ച 60 വർഷ കാലത്തിനിടയിൽ കേരളത്തിന്റെ ആകെ കടം 1.75 ലക്ഷം കോടി രൂപയാണ്. അത് സഭാരേഖയാണ്, ഞാൻ വെറുതെ പറയല്ല. എന്നാൽ 2014 ശ്രീ പിണറായി വിജയൻ മരിച്ചു മുതൽ 2025 വരെയുള്ള കണക്ക് RBIയുടെ റിപ്പോർട്ട് പ്രകാരം 4.3 ലക്ഷം കോടി രൂപ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഏകദേശം 5 ലക്ഷം കോടിയുടെ മുകളിലായിട്ടുണ്ടാവും. 60 വർഷക്കാലം കേരളത്തിന്റെ വിവിധ മുഖ്യമന്ത്രിമാർ 21 മുഖ്യമന്ത്രിമാർ വിവിധ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുള്ള കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന കടബാധ്യതയേക്കാൾ 2 ഇരട്ടി കടബാധ്യത 10 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ കാലത്തുണ്ടായി. ശരി, അതിനനുസരിച്ചുള്ള വികസനം കേരളത്തിൽ നടന്നു. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി 5 വർഷക്കാലം മാത്രം നിങ്ങൾ എടുക്കുക. വിഴിഞ്ഞം പോർട്ട് പോലത്തെ ഒരു പദ്ധതിയെ ഉമ്മൻചാണ്ടി സാർ മുന്നോട്ട് വെച്ചു. അതുപോലെ പുതിയൊരു പദ്ധതി പിണറായി വിജയൻ മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞു. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിന്റെ കാലത്ത് മുന്നോട്ട് വെച്ചു. കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ പുതിയ മെട്രോ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞു. കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടിന്റെ കാലത്ത് മുന്നോട്ട് വെച്ചു. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും പുതിയൊരു എയർപോർട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമായോ? ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 36 ഞങ്ങൾ കൊണ്ടുവന്നു. 36 ഗവൺമെന്റ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗവൺമെന്റ് തലത്തിലോ എയ്ഡഡ് തലത്തിലോ കൊണ്ടുവന്നു. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നത് SK സജീഷിന് പറയാൻ കഴിയും. ഒരു പുതിയ ഗവൺമെന്റ് കോളേജ് 2 വേണ്ട, 1 വേണ്ട, ഞങ്ങൾ പുതിയ 2 സർവകലാശാലകൾ കൊണ്ടുവന്നു. എന്നാൽ ഒരു പുതിയ സർവകലാശാല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന 100-ൽ താഴെ മാത്രം കുട്ടികൾ പഠിക്കുന്ന ഒരു തട്ടിക്കൂട് സർവകലാശാല അല്ലാതെ ഈ 10 വർഷം കൊണ്ട് ഒരു മുഖ്യധാര സർവകലാശാല കൊണ്ടുവന്നത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും? നമുക്കറിയാം 140 MLA-മാർ കേരളത്തിലുണ്ട്. MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് 5 കോടി. അതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട നിയോജക മണ്ഡലത്തിലൊക്കെ വികസനം എന്ന് പറയുന്നത്. അത് 5 കോടി രൂപയാക്കിയത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് 5 കോടി 1 രൂപയായി വർദ്ധിപ്പിക്കാൻ പിണറായി വിജയന്റെ കാലത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഈ അവസാന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, 5 കോടി 1 രൂപയെ വർദ്ധിപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം +2 സീറ്റ് SK സജീഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ മലബാറിലെ വലിയ പ്രശ്നമാണ്. അവസാനം അവതരിപ്പിച്ച ഒരു ബജറ്റിൽ പോലും +2 സീറ്റ് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം ഉണ്ടായോ? ഉണ്ടായില്ല. പുതിയ സ്ഥിരം ബാച്ച് കൊടുത്തോ? കൊടുത്തില്ല. പുതിയ സ്കൂൾ അനുവദിച്ചില്ല. അവസാനം അനുവദിച്ചത് ഉമ്മൻചാണ്ടിന്റെ കാലത്ത്, അവസാനം ബാച്ച് കൊടുത്തത് ഉമ്മൻചാണ്ടിന്റെ കാലത്ത്. അപ്പൊ എന്ത് വികസനം നടത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ട് ഉണ്ടായ കടത്തിനേക്കാൾ ഇരട്ടിയിലധികം കടം ഉണ്ടാകുമ്പോൾ ആ കടം ജനങ്ങൾക്ക് എന്ത് ഉപകാരപ്രദമായി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.